സമാധാനത്തിന് മുഖത്തുണ്ടാകട്ടെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു ഭാവനയാണ്. ഭാവനയുടെ പേര് ഓർക്കുക വല്ലപ്പോഴും ലോത്തിന്റെ ഭാര്യ. അതിരാവിലെ ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ ഓടി ഓട്ടം ഞാൻ ഇന്നലെയും ഓർത്തുപോയി. അപ്രതീക്ഷിതമായ ഭവനത്തിൽ 2 അതിഥികൾ വന്നതും അവരുടെ നിർബന്ധത്താൽ സ്വതം വിട്ടതും എല്ലാം ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. അച്ഛനും ഞങ്ങൾക്കും വലിയ മനസ്സൊന്നും ഇല്ലായിരുന്നു അവിടം വിടുവാൻ. അതിഥികളിൽ ഒരുവൻ ഞങ്ങളുടെ കൈക്ക് പിടിച്ചാണ് പട്ടണത്തിൽ നിന്ന് പുറത്താക്കിയത്. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും വരരുത് എന്നുള്ള ഓർഡർ കേട്ടപ്പോൾ ഓടാതെ തരമില്ലല്ലോ. കൊച്ചു വെളുപ്പം കാലത്ത് ഓടി ശീലമില്ലാത്ത ഞാൻ രണ്ടും കൽപ്പിച്ച് ഓടാൻ തുടങ്ങി. ഇപ്പോഴൊക്കെയാണെങ്കിൽ നിങ്ങളിൽ പലരും വെളുപ്പിന് ഓടി ശീലമുള്ളവരാണല്ലോ. പക്ഷെ അന്നത്തെ ആളുകൾക്കൊന്നും ഇങ്ങനെ ഒരു വ്യായാമശീലമില്ലായിരുന്നു. നല്ല നീരോട്ടമുള്ള പ്രദേശത്ത് സുഖമായി പറക്കുന്ന പരദേശിയായിരുന്ന എനിക്ക് പർവ്വതത്തിലേക്കുള്ള ഓട്ടം അത്ര എളുപ്പമായിരുന്നില്ല. അച്ഛനെയും മക്കളെയും മുമ്പിൽ വിട്ടിട്ട് ഏറ്റവും പുറകിലായി ഞാനും വെച്ചു പിടിച്ചു. കരുതി വെച്ചതല്ല, ഒരു നിമിഷം കൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആ ഓട്ടത്തിൽ മനസ്സ് വിട്ടു പോരുവാൻ മടിയാടിച്ചു. വർഷങ്ങളുടെ ആത്മീയ പാരമ്പര്യം ഉണ്ടെങ്കിലും മനുഷ്യനല്ലേ, ഈ പറയുന്നതെല്ലാം ശരിയാകുമോ എന്നറിയാൻ ആരും കാണാതൊന്ന് പുറകോട്ട് തിരിഞ്ഞെത്തി. അത് ഇത്രയും ഭയാനകമായി തീരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞൊടിയിടയിൽ ഉപ്പ് തൂണായിപ്പോയി. ഒന്നനങ്ങാൻ പോലും ആകാതെ അന്നു മുതൽ ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയതാണ്. അച്ഛനും മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ത് എന്ന് എനിക്കറിയില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ ഓർക്കാനേ കഴിയുന്നുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. കാലും കൈയും അനക്കാനാവില്ല. നല്ല കാലത്ത് ഉണ്ടാക്കിയതൊന്നും അനുഭവിക്കാനും കഴിഞ്ഞില്ല. 2 മക്കളും പെൺകുഞ്ഞുങ്ങളാണല്ലോ എന്നോർത്ത് ഞങ്ങൾ ഇരുവരും രാപ്പകൽ അവർക്ക് വേണ്ടി അധ്വാനിച്ചു. ഒത്തിരി സമ്പാദിച്ചാണ് എണ്ണിക്കൂടാത്തവണ്ണം ആടുമാടുകളും ദാസീദാസന്മാരും ധനസമ്പത്തും ഉണ്ടായിരുന്നത്. കുടുംബത്തിലെ കൊച്ചമ്മയായിരുന്നു ഞാൻ. ഇങ്ങനെ നിൽക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മക്കളുടെ ഭാവിയോ അച്ചായൻ്റെ അവസ്ഥയോ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആർക്കും എന്നോടൊരു ദയ തോന്നുകയോ അച്ചായൻ പോലും ഒന്നും വന്ന് അന്വേഷിക്കുകയോ ചെയ്തില്ല. ഇപ്പോൾ എന്നെ കാണുവാൻ ധാരാളം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട്. വരുന്നവരൊക്കെ എന്നെക്കുറിച്ച് ഓരോ പരിഹാസച്ചിരി ചിരിക്കാറുണ്ട്. ആദ്യമൊക്കെ അല്പം വിഷമം തോന്നിയെങ്കിലും ഞാൻ അവ ഇപ്പോൾ തീരെ മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ ഇപ്പോഴത്തെ നിൽപ്പിനെ കുറിച്ച് അറിയാത്തവരും കേൾക്കാത്തവരും കുറവാണ്. കാണുന്ന മൃഗങ്ങളൊക്കെ എൻ്റെ ശരീരം നക്കി നോക്കിയിട്ടുണ്ട്. ആധുനിക കമ്പനികൾക്കൊന്നും ഇത്ര നല്ല ഉപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിക്കാണ് അവരുടെ ആക്രമണം. ഇത്രയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ കൽപ്പന അവിശ്വസിച്ചതിനാൽ നിരസിച്ചതിനാലും എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായി എന്നും നിലകൊള്ളുകയാണ്. വല്ലപ്പോഴും എന്നെ ഒന്ന് ഓർക്കുന്നത് നിങ്ങളുടെ ഒക്കെ ജീവിതത്തിനൊരു പാഠമായിരിക്കും. നിങ്ങൾക്ക് ആർക്കും ഈ ഗതി വരാതിരിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ലോകത്തിൻ്റെ ഭാര്യ സോദോം ഗോമോറ.